വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് HSA സോഷ്യൽ സയൻസിലെ ഡെഫിനേഷൻസ് ഓഫ് ഹിസ്റ്ററി കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആയ സിവിലൈസേഷൻ പാർട്ടിലെ ആദ്യത്തെ സിവിലൈസേഷൻ ആയിട്ടുള്ള ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചാണ്. ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച് നിങ്ങൾ നിരവധി കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ പഴയ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചിട്ടും മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ചിട്ടും ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ചിട്ടും ചൈനീസ് സംസ്കാരത്തെ കുറിച്ചിട്ടും നമുക്ക് കാണാൻ കഴിയും അല്ലെ. അപ്പൊ ഹാരപ്പ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി കണക്ഷൻ ഉണ്ടായിരിക്കും. കാരണം ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഏരിയാസിലായിരുന്നു ഇത് ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും എല്ലാ സംസ്കാരങ്ങളും ഫ്ലറിഷ് ചെയ്തത് ഒരു നദീതീരങ്ങളിലായിരുന്നു അല്ലെ. ഹാരപ്പൻ സംസ്കാരം സിന്ധു നദിയുടെ തീരത്തായിരുന്നു അല്ലെ. ഇപ്പോ ഹാരപ്പൻ സംസ്കാരം സിന്ധു നദിയുടെ തീരത്തായിരുന്നു ഹാരപ്പൻ സംസ്കാരം ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം അല്ലെ. മെസപ്പൊട്ടോമിയൻ സംസ്കാരം ഏതായിരുന്നു? ടൈഗ്രിസ് യൂഫട്ടിസ് നദീ തീരത്തായിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരം എവിടെയായിരുന്നു? നൈൽ നദീ തീരത്തായിരുന്നു അല്ലെ. ഈജിപ്തിനെ നൈലിന്റെ വരദാനം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത്തരത്തിൽ എന്താ പറയുന്നത്? ഇത്തരത്തിൽ നമുക്ക് ഓരോ നദീതീരങ്ങളിലാണ് ഓരോ സംസ്കാരങ്ങൾ. എന്തുകൊണ്ടായിരിക്കും നദീതീരങ്ങളിൽ ഇവ വന്നിട്ടുണ്ടായിരിക്കുക അല്ലെ. നമ്മൾ പഠിച്ചിരുന്നു പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പ്രാചീന ശിലായുഗത്തിൽ നിന്നും മധ്യശിലായുഗത്തിൽ നിന്നും വ്യത്യസ്തമായി നവീന ശിലായുഗത്തിൽ ഭക്ഷണ ശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലോട്ട് മനുഷ്യർ മാറി. അതുകൊണ്ടാണ് അതിനെ ഗോൾഡൻ ചൈൽഡ്, നവീന വിപ്ലവം എന്ന് വിളിച്ചത്. അപ്പൊ കൃഷി ആരംഭിച്ചു അല്ലെ. കൃഷി ആരംഭിച്ചു. എവിടെയാ അവർ കൃഷി ആരംഭിച്ചത്? നദീതീരങ്ങളിലാണ് അവർ കൃഷി ആരംഭിച്ചത്. എന്തുകൊണ്ടാണ് അവർ അവിടെ കൃഷി ആരംഭിച്ചത്? വെള്ളത്തിന്റെ സുലഭത അല്ലെ. അപ്പോ കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ ഇട്ടിട്ട് പോവാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്ത് ചെയ്തു? അവര് സ്ഥിരവാസം ആരംഭിച്ചു. അങ്ങനെയാണ് പിന്നീട് അവിടെ കച്ചവട കേന്ദ്രങ്ങളും ഒക്കെ ഉയർന്നു വരികയും ഒരു സംസ്കാരം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തത് നദീതീരങ്ങളിലായിരുന്നു. അപ്പോ ഹാരപ്പൻ സംസ്കാരം ഏത് നദീതീരത്താണ് ഫ്ലറിഷ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിന്ധു നദിയാണ്. നമുക്ക് ഹാരപ്പൻ സംസ്കാരത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1921 സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്ന കാലത്ത് നടന്ന ഉത്ഖനനം ഒരു മഹത്തായ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് ആ ഇഷ്ടികകളെന്ന് കണ്ടെത്തി. സിന്ധു നദിയുടെയും അതിന്റെ കൈവഴികളുടെയും തീരത്തെ വിവിധ പ്രദേശങ്ങളിലാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത്. അതുകൊണ്ട് ഈ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം എന്ന് അറിയപ്പെടുന്നു. പാകിസ്ഥാനിലെ ഹാരപ്പയിലായിരുന്നു ആദ്യത്തെ ഉത്ഖനനം നടന്നത് അല്ലെ. ഒരുപാട് പോയിന്റുകൾ നമ്മൾ പഠിച്ചു. നമുക്ക് നോക്കാം. 1921 അല്ലെ. 1921 ആരാണ്? സർ ജോൺ മാർഷൽ അല്ലെ. സർ ജോൺ മാർഷൽ എന്തിന്റെ ഡയറക്ടർ ആയിരുന്നു? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അല്ലെ. ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്ന കാലത്ത് എന്ത് ചെയ്തു? അദ്ദേഹം ജോൺ മാർഷൽ 1921 ഒരു ഉത്ഖനനം നടത്തുകയും ഒരു ഇഷ്ടികകൾ കണ്ടെത്തുകയും അതൊരു മഹത്തായ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. സിന്ധു നദിയുടെയും അതിന്റെ കൈവഴികളുടെയും തീരത്താണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംസ്കാരം എന്ത് പേരിൽ അറിയപ്പെട്ടു? സിന്ധു നദീതട സംസ്കാരം എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ടല്ലേ. എന്താണ്? ഹാരപ്പൻ സംസ്കാരം. അത് എന്തുകൊണ്ടാണ് വന്നത് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് വന്നത്? സിന്ധു നദിയുടെ തീരത്തിൽ നിന്നാണ് ഈ ഒരു മഹത്തായ സംസ്കാരം നമ്മൾ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഇത് സിന്ധു നദീതട സംസ്കാരം എന്ന് അറിയപ്പെടുന്നത്. ദെൻ ഇവിടെ ഇതിൽ ആദ്യമായിട്ട് ഉത്ഖനനം നടന്നത് എവിടെയാണ്? പാകിസ്ഥാനിലെ ഹാരപ്പയിലായിരുന്നു ആദ്യമായിട്ടുള്ള ഉത്ഖനനം നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പാകിസ്ഥാനിലെ ഹാരപ്പയിലായിരുന്നു ആദ്യത്തെ ഉത്ഖനനം നടന്നത്. പിന്നെ നമ്മൾ ഇതിനെ വെങ്കലയുഗ സംസ്കാരം എന്ന് വിളിക്കുന്നുണ്ട് അല്ലെ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വെങ്കലയുഗ സംസ്കാരം. എന്തുകൊണ്ടാണ് വെങ്കലയുഗ സംസ്കാരം എന്ന് വിളിക്കുന്നത്? ഈ സമയത്താണ് വെങ്കലം എന്ന് പറയുന്ന ഒരു മെറ്റൽ നമ്മൾ കണ്ടുപിടിച്ചത് അല്ലെ. അപ്പോൾ സിന്ധു നദീതട സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം, വെങ്കലയുഗ സംസ്കാരം എന്നീ പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഹാരപ്പൻ സംസ്കാരം എന്നറിയപ്പെടുന്നത് ആദ്യം കണ്ടെത്തിയ സൈറ്റ് ഹാരപ്പയാണ്. അതുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരം എന്നറിയപ്പെടുന്നത് അല്ലെ. ഇതിന്റെ കാലഘട്ടം എന്താണ്? BC 3000 മുതൽ 1500. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഫസ്റ്റ് പറയാണ്. BC 3000 മുതൽ 1500 വരെയാണ് ഇതിന്റെ കാലഘട്ടം. ഓക്കെ,
അപ്പോൾ BC 3000 മുതൽ 1500 വരെയാണ് എന്ത് നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തിന്റെ കാലഘട്ടം. കൃത്യമായിട്ട് നമുക്ക് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അല്ലെ, ASIയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഈ ASI എന്നാ സ്ഥാപിച്ചത് ASI 1861 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സൈഡിൽ ഒരു കോളത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1861 നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. ആരാ സ്ഥാപിച്ചത്? അലക്സാണ്ടർ കണ്ണിങ്ഹാം. 1861 നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് അല്ലെ. ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഇന്ത്യയിലെ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആദ്യമായിട്ട് നമ്മൾ ഈ പറയുന്ന ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് അവിടെ ഉത്ഖനനം നടത്തിയത് 1921 സർ ജോൺ മാർഷലാണ്. അതായത് അവിടുന്ന് കുറച്ച് ഇഷ്ടികൾ കണ്ടെത്തിയ സമയത്ത് ഇതൊരു മഹത്തായ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും സിന്ധു നദിയുടെയും അതിന്റെ സമീപ പ്രദേശങ്ങളും അതിന്റെ കൈവഴികളുടെയും തീരത്ത് ഉത്ഖനനം നടത്തി അല്ലെ. അപ്പൊ അവിടെ ഒരു സംസ്കാരം ഉണ്ടെന്ന് മനസ്സിലാക്കി. അതിനവർ എന്ത് പേരായിട്ടത്? സിന്ധു നദീതട സംസ്കാരം എന്ന പേരിൽ അറിയപ്പെട്ടു അല്ലെ. പാകിസ്ഥാനിലെ ഹാരപ്പയായിരുന്നു ആദ്യമായിട്ട് അവർ ഉത്ഖനനം നടത്തിയത്. സിന്ധു നദീതീരത്തിൽ നിന്നും കണ്ടെത്തിയത് കൊണ്ട് സിന്ധു നദീതട സംസ്കാരം എന്നറിയപ്പെടുന്നു. പാകിസ്ഥാനിലെ ഹാരപ്പയാണ് ആദ്യമായിട്ട് കണ്ടെത്തിയ സൈറ്റ്, അതുകൊണ്ട് ഇത് ഹാരപ്പൻ സംസ്കാരം എന്നറിയപ്പെടുന്നു. വെങ്കലം എന്ന് പറയുന്ന മെറ്റലാണ് അവിടെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ ഇത് വെങ്കലയുഗ സംസ്കാരം എന്നും അറിയപ്പെടുന്നു. ഇതിന്റെ കാലഘട്ടം വരുന്നത് BC 3000 മുതൽ 1500 വരെയാണ്. ഓക്കെ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് 1861 അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ലോകത്തിലെ ഏറ്റവും പുരാതനമായതും വലിയതുമായ വെങ്കലയുഗ സംസ്കാരങ്ങളിൽ ഒന്നാണ് ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പൻ സംസ്കാരം 4600 വർഷങ്ങൾക്ക് മുന്നേ ഇന്നത്തെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടന്നിരുന്നതാണ് അല്ലെ. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ. ഇന്നത്തെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു ഹാരപ്പൻ സംസ്കാരം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു എന്ത്? ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത നമ്മുടെ ഇതിന്റെ ഒരു ബോർഡർ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? പാകിസ്ഥാനിന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലങ്കിർപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദ തീരം വരെയും ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചിരുന്നു. ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മളിപ്പോ വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത് നമ്മൾ തിരിക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ അല്ലെ, ഇവിടെ വെസ്റ്റ് ഭാഗമാണ്, ഇവിടെ പാകിസ്ഥാൻ അല്ലെ. പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലങ്കിർപൂർ വരെയും അല്ലെ. നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭൂപടം വരക്കുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് കൃത്യമായിട്ട് വരക്കാനൊന്നും അറിയില്ല, എന്നാലും ചെറിയൊരു രീതിയിൽ വരക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ഇന്ത്യയുടെ ഒരു ഭൂപടം നമുക്ക് നോക്കാം, നമുക്കൊന്നുകൂടി വരച്ചു നോക്കാം. ഇവിടെ പാകിസ്ഥാൻ ഈ ഭാഗത്തായിട്ടാണ് വരിക അല്ലെ, ഈ ഭാഗത്തായിട്ടാണ് വരിക. അതിന്റെ ഒരു പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലങ്കിർപൂർ വരെയും ദെൻ എന്താണ് വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദ തീരം വരെയാണ് എന്ത് വ്യാപിച്ചു കിടക്കുന്നത്? ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ. അപ്പോ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലങ്കിർപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദ തീരം വരെയും എന്ത് വ്യാപിച്ചു കിടക്കുന്നു? ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചു കിടക്കുന്നു. BC 2700 മുതൽ BC 1700 വരെയാണ് ഈ സംസ്കാരത്തിന്റെ കാലഘട്ടമായി പൊതുവെ കണക്കാക്കുന്നത്. ഞാൻ മുന്നേ ഒരു കാലഘട്ടം പറഞ്ഞു, ഈ ഒരു കാലഘട്ടം കാരണം സംസ്കാരത്തെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് അടുത്തൊരു ഇത് വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. പൊതുവെ 3000 to 1500 അങ്ങനെ കരുതി വെക്കുക. അതിൽ പൊതുവെ നിങ്ങൾ അതാ പഠിക്കേണ്ടത്. 3500 to 1500 പഠിക്കുക. ഇത് ഇവിടെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുള്ളൂ. നമ്മളൊരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കാര്യം പറഞ്ഞിരുന്നു. അതിൽ 2 പോയിന്റ് കൂടി ഞാൻ ഇന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി, ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രീവിയസ് ഇയറില്,
ക്യാനിങ് പ്രഭു ആണ് കേട്ടോ. ക്യാനിങ് പ്രഭു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ സ്ഥാപിക്കുന്ന സമയത്ത് വൈസ്രോയ് ക്യാനിങ് പ്രഭു ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. കണ്ടോ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്താ പറയുന്നത്? ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. ഇവിടെ 3 ആളുകളെ കൊടുത്തിട്ടുണ്ട്: സർ ജോൺ മാർഷൽ, ദയാറാം സാഹിനി, RD ബാനർജി. അല്ലെ, നമ്മുടെ പുസ്തകത്തിലുള്ള ഒരു ഏരിയ ആണ്, നമ്മുടെ NCERT പുസ്തകത്തിലുള്ള ഒരു ഏരിയ ആണ്. ഇതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് കിട്ടും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം. അതിന്റെ കൂടെ തന്നെ നോർമൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. അല്ലെ, ഹാരപ്പൻ പുരാവസ്തു ശാസ്ത്രത്തിലുണ്ടായ പ്രധാന വികാസങ്ങളാണ് പറയുന്നത്. 1875 ഹാരപ്പൻ മുദ്രയെക്കുറിച്ചുള്ള അലക്സാണ്ടർ കണ്ണിഹാമിന്റെ റിപ്പോർട്ട്. ഓക്കെ, നമ്മുടെ +1 +2 ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാലരേഖയാണ് ഈ പറയുന്നത്. 1875 ഹാരപ്പൻ മുദ്രയെക്കുറിച്ചുള്ള അലക്സാണ്ടർ കണ്ണിഹാമിന്റെ റിപ്പോർട്ട്. പിന്നെ ഒരു 20-ാം നൂറ്റാണ്ട് മുതൽ, അതായത് 1921 ഞാൻ പറഞ്ഞു സർ ജോൺ മാർഷൽ ആയിരുന്നു അന്നത്തെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ. അല്ലെ, MS വാർഡ്സ് ഹാരപ്പയിൽ ഉത്ഖനനം ആരംഭിക്കുന്നു. 1925 മോഹൻജൊദാരയിൽ ഉത്ഖനനങ്ങൾ ആരംഭിക്കുന്നു. 1946 REM വീലർ ഹാരപ്പയിൽ ഉത്ഖനനം നടത്തുന്നു. 1955 SR റാവു ലോത്തലിൽ ഉത്ഖനനങ്ങൾ ആരംഭിക്കുന്നു. 1960 BB ലാലും BK താപ്പറും കാളിബംഗാനിൽ ഉത്ഖനനങ്ങൾ ആരംഭിക്കുന്നു. 1974 MR മുഗൾ ബഹവൽപൂരിൽ പര്യവേക്ഷണങ്ങൾ തുടങ്ങുന്നു. 1980 ജർമ്മൻ ഇറ്റാലിയൻ പുരാവസ്തു ഗവേഷകരുടെ ഒരു സംഘം മോഹൻജൊദാരയിലെ ഉപരിതല പര്യവേഷണങ്ങൾ ആരംഭിക്കുന്നു. 1986 അമേരിക്കൻ സംഘം ഹാരപ്പയിൽ ഉത്ഖനനങ്ങൾ ആരംഭിക്കുന്നു. 1990 RS ബിഷ്ട് ധൊളാവിരയിൽ ഉത്ഖനനങ്ങൾ ആരംഭിക്കുന്നു. അല്ലെ, ഇവിടെ ഓൾമോസ്റ്റ് ആരൊക്കെ എന്തൊക്കെ കണ്ടുപിടിച്ചെന്ന് ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇത് കുറച്ച് ചുരുക്കിയിട്ട് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ 1924 ആരായിരുന്നു? നമ്മുടെ ജോൺ മാർഷൽ ആയിരുന്നു എന്ന് പറഞ്ഞു. അല്ലെ, അപ്പോ ഈ ജോൺ മാർഷൽ ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ജോൺ മാർഷൽ ആണ് നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തിന് നേതൃത്വം നൽകിയത്. സിന്ധു നദീതട സംസ്കാര ഗവേഷണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ജോൺ മാർഷൽ ആയിരുന്നു. സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നിർദ്ദേശിച്ചതും ജോൺ മാർഷൽ ആയിരുന്നു. അപ്പോൾ ജോൺ മാർഷൽ ആണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്. ആ പേര് സജസ്റ്റ് ചെയ്തതും ജോൺ മാർഷൽ ആണ്. ഇവിടെ പറയുന്നുണ്ടല്ലേ, ഇപ്പൊ നമ്മള് കുറെ പ്രധാനപ്പെട്ട ഹാരപ്പൻ നഗരങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ളത് ഹാരപ്പയാണെന്നല്ലേ. ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാഹിനിയാണ്. ഓക്കെ, ഹാരപ്പ കണ്ടെത്തിയത് ആരാണ്? ദയാറാം സാഹിനി. ഇവിടെ നമ്മളൊരു ആളുകളെ പിക്ചർ പറഞ്ഞേ, ദയാറാം സാഹിനി. അപ്പൊ ഇദ്ദേഹം കണ്ടെത്തിയ സൈറ്റ് ഏതാണ്? ഹാരപ്പ. അല്ലെ, ഇദ്ദേഹം കണ്ടെത്തിയത് ഹാരപ്പയാണ്. ഓക്കെ, പിന്നെ മോഹൻജൊദാരോ RD ബാനർജി ആണ് മോഹൻജൊദാരോ കണ്ടെത്തിയത്. RD ബാനർജി ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു, ഇവിടെ പറഞ്ഞു അല്ലെ, ഇവിടെ നമ്മൾ പറഞ്ഞു കാളിബംഗനെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ. ഇവിടെ കാളിബംഗനെ കുറിച്ച് പറഞ്ഞേ, BB ലാലും BK താപ്പറും. അല്ലെ, അപ്പൊ കാളിബംഗൻ കണ്ടെത്തിയത് അവരതിന്റെ ഉത്ഖനനങ്ങൾ ആരംഭിച്ചാണ്. കാളിബംഗൻ കണ്ടെത്തിയത് A ഘോഷ് ആണ്. ഇതൊക്കെ നമ്മൾ ഈ പട്ടണങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നുണ്ട് കേട്ടോ, മുന്നേ പറയുന്നത് മാത്രം. ലോത്തൽ SR റാവു. ധൊളാവിര അല്ലെ, നമ്മൾ പറഞ്ഞു ധൊളാവിര ഇവിടെ എവിടെയാണ് ഇതില്ലേ? RS ബിഷ്ട്, ഇവിടെ താഴെയുണ്ട് RS ബിഷ്ട് ധൊളാവിരയിൽ ഉത്ഖനനങ്ങൾ ആരംഭിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ കണ്ടെത്തിയത്. അപ്പോൾ ദയാറാം സാഹിനിയാണ് ഹാരപ്പ കണ്ടെത്തിയത്. മോഹൻജൊദാരോ കണ്ടെത്തിയത് RD ബാനർജി. അല്ലെ, മോഹൻജൊദാര RD ബാനർജി അല്ലെ, ആ വെച്ച് കണ്ടുപിടിക്കുക. ദെൻ അതേപോലെ തന്നെ ദയാറാം സാഹിനിയാണ് ഹാരപ്പ കണ്ടെത്തിയത്. കാളിബംഗൻ A ഘോഷ് അല്ലെ,
ദെൻ ലോത്തൽ SR റാവു, പിന്നെ ധൊളാവിര ആരാ കണ്ടെത്തിയത്? RS ബിഷ്ട്. ഇത്രയാണ് നമുക്ക് ഉള്ളത്. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ കാലഘട്ടം അല്ലെ 3000 മുതൽ 1500 വരെയാണ് എന്ത് ചെയ്തത്, ഇതിന്റെ കാലഘട്ടം നമ്മൾ പറഞ്ഞു അല്ലെ. 3 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഇത് നിലനിന്നിരുന്നത്. അതായത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം പറയുന്നത് 3 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഇത് നിലനിന്നിരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? BC 2600 മുമ്പുള്ള ആദ്യകാല ഹാരപ്പൻ ഘട്ടം, BC 2600 മുമ്പുള്ള ആദ്യകാല ഹാരപ്പൻ ഘട്ടം, BC 2600 1900 ഇടയിലുള്ള കാലഘട്ടം, പിൽക്കാല ഹാരപ്പൻ സംസ്കാര കാലഘട്ടം. അപ്പൊ ഇത് 3 കൂടി കൂട്ടിയിട്ടാണ് നമ്മുടെ 3000 മുതൽ 1500 വരെയാണെന്ന് ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യകാല ഹാരപ്പൻ കാലഘട്ടം, പിന്നെ ഒരു BC 2600 1900 ഇടയിലുള്ള ഒരു കാലഘട്ടം, പിൽക്കാല ഹാരപ്പൻ കാലഘട്ടം. നിങ്ങൾ പൊതുവെ 3000 to 1500 എന്ന് എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് വെക്കാം. ഓക്കെ, ഇനി ഇതിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ന് പറയുന്നത് ഹാരപ്പ, മോഹൻജദാരോ, ചാൻഹുദാരോ, കാളിബംഗൻ, ലോത്തൽ, ബൻവാലി, ധൊളാവിര. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും സമയം കൊണ്ട് നമ്മൾ എടുത്തത് നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഹാരപ്പൻ സംസ്കാരം 3 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹാരപ്പൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം, വെങ്കലയുഗ സംസ്കാരം. വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്നത് വെങ്കലത്തിന്റെ ഉപയോഗം കൊണ്ട്. ഹാരപ്പ സംസ്കാരം എന്നറിയപ്പെടുന്നത് ആദ്യമായി കണ്ടെത്തിയത് ഹാരപ്പ എന്ന് പറയുന്ന സൈറ്റ് ആയതുകൊണ്ട്. സിന്ധു നദീതട സംസ്കാരം എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സിന്ധുവിന്റെയും അതിന്റെ കഴിവഴികളുടെയാണ് ആ ഒരു പ്രദേശത്തു നിന്നാണ് ഈ ഒരു സംസ്കാരം കണ്ടെത്തിയത്. സിന്ധു നദീതടത്തിൽ ഇതിന്റെ ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് 1921 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്ന ജോൺ മാർഷൽ ആണ്. അദ്ദേഹം തന്നെയാണ് ഈ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്ന പേര് സജസ്റ്റ് ചെയ്ത് കൊടുത്തത്. എന്നാ ഇത് സ്ഥാപിച്ചത്? ASI എന്നാ സ്ഥാപിച്ചത്? 1861. ആരാ സ്ഥാപിച്ചത്? അലക്സാണ്ടർ കണ്ണിഹാം. ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരാണ്? ക്യാനിങ് പ്രഭു. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? അതിന്റെ കാലഘട്ടം BC 3000 മുതൽ 1500 വരെയായിരുന്നു കാലഘട്ടം. പിന്നെ നമ്മൾ പഠിച്ചു, എന്താ പഠിച്ചത്? നമ്മൾ ഓരോരുത്തരും ഓരോ സൈറ്റിൽ കണ്ടെത്തി, അത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. ഇത്ര ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാഹിനിയാണെന്ന് പഠിച്ചിട്ട് വെക്കാം. RD ബാനർജി, മോഹൻജദാരോ, ബാക്കിയൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. പ്രധാനപ്പെട്ട ഹാരപ്പ നഗരങ്ങൾ നമ്മൾ പറഞ്ഞു: ഹാരപ്പ, മോഹൻജദാരോ, ചാൻഹുദാരോ, കാലിബംഗൻ, ലോത്തൽ, ബനവാലി, ധൊളാവിര. നമുക്ക് ആദ്യത്തെ സൈറ്റ് നോക്കാം അല്ലെ. ആദ്യത്തെ സൈറ്റ് നമുക്ക് നോക്കാം. ആദ്യത്തെ സൈറ്റാണ് മോഹൻജദാരോ. ഓക്കെ, മോഹൻജദാരോ. മോഹൻജദാരോ ഹാരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ നഗരമാണ് ഏത്? മോഹൻജദാരോ. ഹാരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു നഗരമാണ് മോഹൻജദാരോ. അപ്പൊ ഏറ്റവും വലിയ നഗരം ഏതാണ്? മോഹൻജദാരോണ്. ആദ്യമായിട്ട് കണ്ടെത്തിയ നഗരം ഏതാണ്? ഹാരപ്പയാണ്. തമ്മിൽ മാറിപ്പോയത്. ആദ്യമായിട്ട് കണ്ടെത്തിയത് ഹാരപ്പയാണ്. ഏറ്റവും വലുത് ഏതാണ്? മോഹൻജദാരോയാണ്. ഈ മോഹൻജദാരോ എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം മരിച്ചവരുടെ കുന്ന് എന്നാണ്. മരിച്ചവരുടെ കുന്ന്. മോഹൻജദാരോ മരിച്ചവരുടെ കുന്ന്. മനസ്സിലാക്കി വെക്കാം. അപ്പോ ഏറ്റവും വലുതും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതുമായ നഗരം മരിച്ചവരുടെ കുന്ന് എന്നാണ് ആ വാക്കിന് അർത്ഥം. പിന്നെന്താ നമ്മൾ പറഞ്ഞില്ലേ, കണ്ടെത്തിയത് ആരായിരുന്നു? RD ബാനർജി ആയിരുന്നു അല്ലെ. കണ്ടെത്തിയത് RD ബാനർജി. മോഹൻജദാരോ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ ലാർക്കാന ജില്ലയിലാണ്. പാകിസ്ഥാനിലെ ലാർക്കാന ജില്ലയിലാണ് മോഹൻജദാരോ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് കണ്ടെത്തിയ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പശുപതി മഹാദേവന്റെ രൂപം കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. പശുപതി മഹാദേവന്റെ ഇവിടെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ. നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, പുരോഹിതന്റെ രൂപം എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ട ശവമടക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് മോഹൻജദാരോയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്? മോഹൻജദാരോ എന്ന് പറയുന്നത് ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ നഗരമാണ്. മരിച്ചവരുടെ കുന്ന് എന്നാണ് അത് അറിയപ്പെടുന്നത്. ആരാണ് കണ്ടെത്തിയത്? RD ബാനർജി. അതിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാകിസ്ഥാനിലെ ലാർക്കാന ജില്ലയിൽ. അവിടുന്ന് വേറെന്തൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? പശുപതി മഹാദേവന്റെ രൂപം, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ,
ഒരു പുരോഹിതന്റെ രൂപം അല്ലെ, ഒരു പുരോഹിതന്റെ രൂപം, കൂട്ട ശവമടക്കിന്റെ അവശിഷ്ടങ്ങൾ. ഇത്രയും കാര്യങ്ങൾ, ഒരു 7 പോയിന്റ് ആണ് മോഹൻജൊദാരോയെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള നഗരം, മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്നു. R.D. ബാനർജിയാണ് കണ്ടെത്തിയത്. കൂട്ട ശവമടക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പുരോഹിതന്റെ പ്രതിമ, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, പശുപതി മഹാദേവന്റെ രൂപം. ഇന്ന് അത് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ ലാർക്കാന ജില്ലയിൽ. അങ്ങനെ 8 പോയിന്റുകൾ. ഓക്കെ, അത് സ്ഥിതി ചെയ്യുന്നതിന് കൂട്ടിയിട്ട് 8 പോയിന്റുകളാണ് അതിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, മോഹൻജൊദാരോ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതും അല്ലെ. ഇന്ന് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാനിലെ ലാർക്കാന ജില്ലയിൽ. ആരാ കണ്ടെത്തിയത്? R.D. ബാനർജി അല്ലെ. ദെൻ അവിടുന്ന് വേറെ എന്തൊക്കെ ഫീച്ചേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്? പശുപതി മഹാദേവന്റെ രൂപം കണ്ടെത്തിയിട്ടുണ്ട്, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ കണ്ടെത്തിയിട്ടുണ്ട്, പുരോഹിതന്റെ രൂപം കണ്ടെത്തിയിട്ടുണ്ട്, കൂട്ടശവമടക്കിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. അപ്പോ എന്താണ് ആ വാക്കിന്റെ അർത്ഥം? മരിച്ചവരുടെ കുന്ന് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്ത ഒരു സൈറ്റാണ് കാളിബംഗൻ അല്ലെ. ഹാരപ്പൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ദയാറാം സാഹിനിയാണ്. പിന്നെ നമ്മുടെ മോഹൻജൊദാരോയില് ഒരു കാര്യം വിട്ടുപോയി. മോഹൻജൊദാരോയിൽ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. വലിയ കുളിപ്പുര അല്ലെ, വലിയ കുളിപ്പുര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ മോഹൻജൊദാരോയിലാണ്. നമ്മൾ പിന്നീട് ഇവരുടെ നഗരാസൂത്രണമൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയും. ഓക്കെ, ഇപ്പൊ വലിയ കുളിപ്പുര മോഹൻജൊദാരോയിലാണ്. ധാന്യപ്പുര എവിടുന്നാ കണ്ടെത്തിയത്? ധാന്യപ്പുര ഹാരപ്പയിൽ നിന്നാണ് കണ്ടെത്തിയത്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. ദെൻ കാളിബംഗൻ അല്ലെ. കാളിബംഗൻ എന്ന് അതാരാ കണ്ടെത്തിയത്? നമ്മൾ പറഞ്ഞു അല്ലെ, എ ഘോഷാണ് കണ്ടെത്തിയത്. എ ഘോഷാണ് കണ്ടെത്തിയിട്ടുള്ളത്. കാളിബംഗൻ എന്ന വാക്കിന്റെ അർത്ഥം കറുത്ത വളകൾ എന്നാണ് അതിന്റെ അർത്ഥം. കാളിബംഗൻ, കാല ഹിന്ദി പറഞ്ഞ എന്താ? കറുപ്പ് എന്നല്ലേ. ദെൻ ബാംഗിൾസ്, ഓക്കെ, വള. അപ്പോ കറുത്ത വളകൾ എന്നാണ് അർത്ഥം. ഇന്ന് അത് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ഗംഗാനഗർ ജില്ലയിലാണ്. ഒട്ടകത്തിന്റെ ഫോസിലുകൾ കണ്ടെത്തിയ സ്ഥലമാണ്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒട്ടകത്തിന്റെ ഫോസിലുകൾ കണ്ടെത്തിയ സ്ഥലം. എല്ലാ വീടുകൾക്കും ഒരു കിണർ വീതം എന്ന സമ്പ്രദായം ഉണ്ടായിരുന്ന സ്ഥലം. തീകുണ്ടത്തിന്റെയും ഉഴുതുമറിച്ച പാടത്തിന്റെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. ഈ ഉഴുതുമറിച്ച പാടം കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രം എന്നത് കഴിഞ്ഞ UPSC എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോ എ ഘോഷാണ് കണ്ടെത്തിയത്. കാളിബംഗൻ എന്ന വാക്കിന്റെ അർത്ഥം കറുത്ത വളകളാണ്. ഇന്ന് അത് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ഗംഗാനഗർ എന്ന് പറയുന്ന ജില്ലയിലാണ്. ഒട്ടകത്തിന്റെ ഫോസില് കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാ വീടുകൾക്കും ഒരു കിണർ വീതം എന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. തീകണ്ഡത്തിന്റെയും ഉഴുതുമറിച്ച പാടത്തിന്റെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്ര പോയിന്റാണ് നമ്മൾ പറഞ്ഞത്? എ ഘോഷ് കണ്ടെത്തി, കറുത്ത വളകൾ എന്നാണ് അർത്ഥം, ഒട്ടകത്തിന്റെ ഫോസിൽ കണ്ടെത്തി, എല്ലാ വീടുകൾക്കും ഒരു കിണർ വീതം എന്ന സമ്പ്രദായം, തീകുണ്ടത്തിന്റെയും ഉഴുതുമറിച്ച പാടത്തിന്റെയും അവശിഷ്ടങ്ങൾ. 5 പോയിന്റ് ആണ് നമ്മൾ കാളിബംഗൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പഠിച്ചത്. അടുത്തൊരു സൈറ്റാണ് ലോത്തൽ അല്ലെ. ലോത്തൽ എന്നുള്ളത് ഈ തായല്ല, ഇതാണ്. ഓക്കെ, ലോത്തൽ കണ്ടെത്തിയത് ആരാണ്? നമ്മൾ മുന്നേ പഠിച്ചില്ലേ, ആരാണ്? SR റാവു ആണ് ലോത്തൽ കണ്ടെത്തിയത് അല്ലെ. സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ചടക്കിയതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. മറ്റൊരു പോയിന്റ് എന്താണ്? ഹാരപ്പൻ ജനതയുടെ പ്രധാന കച്ചവട കേന്ദ്രം അല്ലെ. അപ്പൊ എന്തൊക്കെയാ ഇവിടെ പറഞ്ഞത്? കൂട്ട ശവമടക്കിന്റെ തെളിവുകൾ നമുക്ക് എവിടുന്നാ കണ്ടെത്തിയത്? കാളിബംഗനിൽ നിന്നാണ് അല്ലെ. കൂട്ടശവമടക്ക് നമ്മളിവിടെ പഠിച്ചു അല്ലെ. കൂട്ടശവമടക്ക് നമുക്ക് എവിടുന്നാ കണ്ടെത്തിയത്? നമ്മുടെ മോഹൻജൊദാരോയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇവിടെ സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് അടക്കം ചെയ്തതിന്റെ തെളിവുകൾ നമുക്ക് എവിടുന്നാ കിട്ടിയത്? ലോത്തൽ. പിന്നെ ലോത്തൽ എന്ന് പറയുന്നത് ഒരു തുറമുഖ നഗരം കൂടിയായിരുന്നു. അത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളായിരിക്കും അല്ലെ. തുറമുഖം, ഒരു പോർട്ട് സിറ്റി ആയിരുന്നു, നമുക്കറിയാം, തുറമുഖ നഗരം അല്ലെ. ദെൻ ഇത് അതുകൊണ്ട് തുറമുഖ നഗരം ആയതുകൊണ്ട് തന്നെ ഇത് ഹാരപ്പൻ ജനതയുടെ ഒരു പ്രധാന കച്ചവട കേന്ദ്രം കൂടിയായിരുന്നു. ലോത്തൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കണ്ടെത്തിയത് SR റാവു ആണ്. സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ചടക്കിയതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു തുറമുഖ നഗരമാണ്, ഹാരപ്പൻ ജനതയുടെ പ്രധാന കച്ചവട കേന്ദ്രമാണ്. അപ്പൊ നമ്മൾ ഇതുവരെ 3 സൈറ്റുകൾ പഠിച്ചു, 3 അല്ല 4 പഠിച്ചു എന്ന് പറയാം. ഹാരപ്പ, മോഹൻജൊദാരോ, കാളിബംഗൻ, ലോത്തൽ, 4 നമ്മൾ പഠിച്ചു എന്ന് പറയാം അല്ലെ. ഹാരപ്പ,
വലിയ ധാന്യപുരം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ദയാറാം സാഹ്നിയാണ് കണ്ടെത്തിയത്. ആദ്യമായിട്ട് കണ്ടെത്തിയത് എവിടെയാണ്? ഹാരപ്പയാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഹാരപ്പൻ സംസ്കാരം എന്ന രീതിയിൽ ഈ സംസ്കാരത്തിന്റെ പേര് അറിയപ്പെടുന്നുണ്ട്. രണ്ടാമത് ഏതാണ് നമ്മൾ പഠിച്ചത്? മോഹൻജൊദാരോ അല്ലെ, മരിച്ചവരുടെ കുന്ന് എന്നർത്ഥം, ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള നഗരം. പിന്നെ നമ്മൾ അതിൽ എന്തൊക്കെയാ പഠിച്ചത്? കൂട്ട ശവമടക്കിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, പുരോഹിതന്റെ രൂപം, പശുപതി മഹാദേവന്റെ രൂപം ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. RD ബാനർജി ആണ് അത് കണ്ടെത്തിയത്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് കാളിബംഗനെ കുറിച്ചാണ് അല്ലെ. ആരാ കണ്ടെത്തിയത്? ഘോഷ് അല്ലെ, ഘോഷാണ് കണ്ടെത്തിയത്. കറുത്ത വളകൾ എന്നാണ് അർത്ഥം അല്ലെ. പിന്നെ അവിടെ എന്തൊക്കെയാ നമ്മുടെ കാളിബംഗൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? തീകുണ്ടത്തിന്റെയും ഉഴുതുമറിച്ച പാടത്തിന്റെയും അവശിഷ്ടങ്ങൾ, ഒട്ടകത്തിന്റെ ഫോസിലുകൾ, എല്ലാവർക്കും ഒരു കിണർ, എല്ലാ വീടുകൾക്കും ഒരു കിണർ എന്ന രീതിയിൽ. ലോത്തൽ ഒരു തുറമുഖ നഗരമായിരുന്നു. SR റാവു ആണ് കണ്ടെത്തിയത്. സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ചടക്കിയതിന്റെ അവശിഷ്ടങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു സൈറ്റാണ് ധൊളാവിര. ധൊളാവിര ഇത് കണ്ടെത്തിയത് RS ബിഷ്ട് ആണ്. RS ബിഷ്ട് അല്ലെ. ധൊളാവിര കണ്ടെത്തിയത് RS ബിഷ്ട് ആണ്. സിന്ധു നദീതട സംസ്കാരത്തിലെ നഗരങ്ങളിൽ ഏറ്റവും അവസാനം കണ്ടെത്തിയ നഗരം എന്നറിയപ്പെടുന്ന ഒരു പ്രദേശം ധൊളാവിരയാണ്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. മറ്റൊരു പോയിന്റ് എന്താണ്? ഏറ്റവും കൂടുതൽ സിന്ധു കേന്ദ്രങ്ങൾ കാണപ്പെടുന്ന പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ സിന്ധു കേന്ദ്രങ്ങൾ കാണപ്പെടുന്ന പ്രദേശം കൂടിയാണ് എന്ത്? ധൊളാവിര എന്ന് പറയുന്നത്. അപ്പോ ധൊളാവിര കണ്ടെത്തിയത് RS ബിഷ്ട് ആണ്. സിന്ധു നദീതട സംസ്കാരത്തിലെ നഗരങ്ങളിൽ ഏറ്റവും അവസാനം കണ്ടെത്തിയത് എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ സിന്ധു കേന്ദ്രങ്ങൾ കാണപ്പെടുന്ന പ്രദേശമാണ് ധൊളാവിര എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രധാനപ്പെട്ട നഗരങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇതുവരെ എടുത്തത് ഒന്നും കൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 3000 മുതൽ 1500 വരെയാണ്. നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്ന ജോൺ മാർഷൽ 1921 ഇവിടുത്തെ ഉത്ഖനനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. സിന്ധു നദിയുടെയും അതിന്റെ കൈവഴികളുടെയുമാണ് ഈ സംസ്കാരം കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഇത് സിന്ധു നദീതര സംസ്കാരം എന്നറിയപ്പെടുന്നു. ഹാരപ്പ എന്ന പ്രദേശം ആദ്യം കണ്ടെത്തിയതുകൊണ്ട് ഇത് ഹാരപ്പൻ സംസ്കാരം എന്നറിയപ്പെടുന്നു. വെങ്കലം എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്നു. നമ്മുടെ ASI ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് അലക്സാണ്ടർ കണ്ണിഹാം 1861. ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി കാനിങ് പ്രഭു ആയിരുന്നു. സിന്ധു നദീതര സംസ്കാരത്തിന് ആ പേര് നിർദ്ദേശിച്ചത് ജോൺ മാർഷൽ ആയിരുന്നു. അദ്ദേഹം തന്നെയായിരുന്നു അതിന്റെ ഗവേഷണത്തിന് ആദ്യമായിട്ട് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ പഠിച്ചു ഹാരപ്പ, മോഹൻജൊദാരോ, കാളിബംഗൽ, ലോത്തൽ, ധൊളാവിര എന്ന പുതിയ കുറച്ച് നഗരങ്ങൾ അല്ലെ. അതിൽ ഹാരപ്പ നമ്മൾ പറഞ്ഞു ദയാറാം സാഹ്നിയാണ് കണ്ടെത്തിയത്. വലിയ ധാന്യപുരം ഉണ്ടായിരുന്നു. മോഹൻജൊദാരോ നമ്മൾ പഠിച്ചു മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്നു ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ നഗരം. വലിയ കുളിപ്പുര കണ്ടെത്തിയത് RD ബാനർജിയാണ്. ഇപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ ലാർക്കാന ജില്ലയിലാണ്. പശുപതി മഹാദേവന്റെ ചിത്രം, നൃത്തം ചെയ്യുന്ന കുട്ടിയുടെ അല്ലെ, ഒരു കുട്ടിയുടെ നൃത്തം ചെയ്ത പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, പുരോഹിതന്റെ രൂപം, കൂട്ടശവമടക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാളിബംഗൻ എന്ന് പറയുന്നത് ഘോഷാണ് കണ്ടെത്തിയത്. കറുത്ത വളകൾ എന്നർത്ഥം, ഒട്ടകത്തിന്റെ ഫോസിൽ, എല്ലാ വീടുകൾക്കും ഒരു കിണർ വീതം എന്ന സമ്പ്രദായം, തീകുണ്ടത്തിന്റെയും ഉഴുതുമറിച്ച പാടത്തിന്റെയും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ലോത്തൽ ഒരു തുറമുഖ നഗരമാണ് കണ്ടെത്തിയത്. SR റാവു ആണ്. സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ചടക്കിയതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹാരപ്പൻ ജനതയുടെ പ്രധാന കച്ചവട കേന്ദ്രം കൂടിയായിരുന്നു. മറ്റൊന്നാണ് ധൊളാവിര, കണ്ടെത്തിയത് RS ബിഷ്ട് ആണ്. സിന്ധു നദീര സംസ്കാരത്തിലെ ഏറ്റവും അവസാനമായി കണ്ടെത്തിയത് എന്നറിയപ്പെടുന്ന ഒരു നഗരമാണിത്. ഏറ്റവും കൂടുതൽ സിന്ധു കേന്ദ്രങ്ങൾ കാണപ്പെടുന്ന പ്രദേശങ്ങൾ കൂടിയാണ് ധൊളാവിര എന്ന് പറയുന്നത്.